അങ്ങനെ 2 വയസ്സായി. എത്ര പെട്ടെന്നാ സമയം കടന്നു പോകുന്നത്. കുക്കുവിന്റെ ബർത്ത്ഡേ മാത്രമല്ല, ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി കൂടിയാണ്. ഇന്ന് രാവിലെ തൊട്ട് രാത്രി വരെ ഫുൾ ബിസി ആയിരുന്നു. രാവിലെ വളരെ ലൈറ്റ് ആയിട്ട് നമ്മൾ ചുമ്മാ ബ്രെഡ് ടോസ്റ്റ് മാത്രം കഴിച്ചിട്ട് അമ്പലത്തിലേക്ക് വന്നു. നാട്ടിലായിരുന്നെങ്കിൽ അമ്പലത്തിൽ പോയി വന്നതിന് ശേഷമാണ് ഭക്ഷണം കഴിക്കുക. കാരണം അവിടെ രാവിലെ തന്നെ അമ്പലത്തിൽ പോവല്ലോ. ഇവിടെ അമ്പലം തുറക്കാൻ തന്നെ 10 മണിയാവും. വർക്കിംഗ് ഡേയിൽ 12 മണിക്ക് അടയ്ക്കുകയും ചെയ്യും. പിന്നെ വൈകുന്നേരം പൂജയുള്ളൂ. അമ്പലത്തിൽ മൊത്തം ഓടി നടക്കുമായിരുന്നു കുക്കു. വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ രാവിലെ അധികം ആരും ഉണ്ടായിരുന്നില്ല. വൈകുന്നേരത്തെ പൂജയ്ക്ക് വേണ്ടിയിട്ടാണ് അവരിപ്പോൾ അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. അതിൻ്റെ അടുത്തേക്കാണ് കുക്കു ചാടിക്കേറി പോകുന്നത്. പൂജാരി വന്ന് ഞങ്ങളുടെ അടുത്ത് ഗോത്രമൊക്കെ ചോദിച്ചു. നമ്മൾ പൊതുവെ നക്ഷത്രമൊക്കെ ആണല്ലോ പറയാറ്, നമുക്ക് ഗോത്രമൊക്കെ ഉണ്ടോ എന്തോ. പിന്നെ ഇവിടുന്ന് പ്രസാദമായിട്ട് തന്നതാണ് ഓരോരുത്തർക്കും ഓരോ ആപ്പിള്. അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വീട്ടിലെത്തി ഡ്രസ്സ് മാറ്റി ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. ആനിവേഴ്സറി ആയിട്ട് ലഞ്ച് പുറത്തുനിന്ന് കഴിക്കാന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ മെഡിറ്ററേനിയൻ റെസ്റ്റോറൻറ്റിലേക്ക് വന്നത്. ഞങ്ങൾ US വന്ന സമയത്ത് ആദ്യമായിട്ട് പുറത്തുനിന്ന് കഴിക്കാൻ വേണ്ടി വന്ന റെസ്റ്റോറൻ്റ് ആണിത്. നല്ല ടേസ്റ്റ് ആയിരുന്നു ഇവിടുത്തെ ഫുഡ്. ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ 5 കൊല്ലമായിട്ടും ഒരു ആനിവേഴ്സറി അങ്ങനെ കാര്യമായിട്ടൊന്നും ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല. ഫസ്റ്റ് ആനിവേഴ്സറി പിന്നെ കോവിഡും ലോക്ക്ഡൌൺ ഒക്കെ ആയിട്ട് അതിലങ്ങോട്ട് പോയി. 3rd ആനിവേഴ്സറി ആയിരുന്നു പിന്നെ സ്പെഷ്യലായി തോന്നിയത്. ലേബർ റൂമിലായിരുന്നു ഞാൻ. അങ്ങനെ ഞങ്ങളുടെ ആനിവേഴ്സറിയുടെ അന്ന് തന്നെ ഞങ്ങൾക്ക് കുക്കൂനെ കിട്ടി. അപ്പൊ കഥ പറഞ്ഞിരുന്നപ്പോഴത്തേക്ക് ഇതാ ഫുഡ് എത്തി. ഒരു വെജ് സ്റ്റാർട്ടർ ആണ് പറഞ്ഞത്, ഫലാഫൽ. ആദ്യം തന്നെ കുക്കൂന് കൊടുത്തു. ബ്രേക്ക്ഫാസ്റ്റ് കാര്യമായി കഴിക്കാത്തതുകൊണ്ട് എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. എന്തായാലും സംഭവം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇതിനെ കൂടെ മുക്കി കഴിക്കാൻ വേണ്ടി പീനട്ടിന്റെ ഒരു ഡിപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മളെ മെയിൻ കോഴ്സ് എത്തിയിട്ടുണ്ട്. ചിക്കൻ ഷീഷ് തവൂക്കും ഹാഫ് ചിക്കൻ ടിക്ക പ്ലാറ്ററും. എന്നാ പിന്നെ നിങ്ങൾ വീഡിയോ ഒക്കെ എടുത്ത് സൗകര്യം പോലെ വന്നിട്ട് കഴിക്കുക, എനിക്ക് വിശന്നിട്ട് വയ്യാന്ന് പറഞ്ഞ് കുക്കു ആദ്യം തന്നെ എടുത്ത് കഴിക്കാൻ തുടങ്ങി. ചിക്കനൊക്കെ വളരെ സോഫ്റ്റും ജ്യൂസി ആയിട്ട് നല്ല അടിപൊളി ചിക്കൻ ആയിരുന്നു. റൈസും കൊള്ളായിരുന്നു. ഫുഡ് മൊത്തത്തിൽ നല്ല സൂപ്പർ ഫുഡായിരുന്നു. ആനിവേഴ്സറി ആയിട്ട് സ്വീറ്റ് എന്തെങ്കിലും പറയണമെന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു ചോക്കോലാവ പറഞ്ഞു. ഒരു ഇളം മധുരം ഉണ്ടായിരുന്നുള്ളൂ, ഭയങ്കര സ്വീറ്റ് ആയിരുന്നില്ല. പിന്നെ കേക്കിന്റെ ടേസ്റ്റ് അല്ല അതിന്, എന്നാലും കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവിടുത്തെ ഞങ്ങൾ നേരെ ഈ ബർത്ത്ഡേ ബലൂൺസ് ഓർഡർ കൊടുത്തത് കളക്ട് ചെയ്യാൻ വേണ്ടി വന്നു. ഈവനിങ് പുറത്ത് വെച്ചിട്ടാണ് ബർത്ത്ഡേ പാർട്ടി അറേഞ്ച് ചെയ്തത്. അതിനു മുന്നേ കുക്കുവിനെ ഒന്ന് കൊണ്ടുപോയി ഉറക്കണം. കുക്കു ഉറക്കുന്ന ഗ്യാപ്പിൽ നമ്മൾക്ക് അങ്ങനെ ഉറങ്ങാൻ പറ്റില്ല. കാരണം നമുക്ക് കുറെ അല്ലറ ചില്ലറ പരിപാടികൾ ഇനിയും ബാക്കിയുണ്ട്. റിട്ടേൺ ഗിഫ്റ്റ്സ് ഒക്കെ സെറ്റാണ്. ഇനി ഓർഡർ കൊടുത്ത കേക്ക് കളക്ട് ചെയ്യാൻ പോകണം. ദ ഹീലിയം ബലൂൺസ് ബലൂൺ വെയിറ്റിന്റെ മുകളിൽ കെട്ടുന്ന തിരക്കിലാണ് ഞാൻ. പാർട്ടി ഹാളിലൊക്കെ ഇപ്പൊ അവിടെ ഹാപ്പി ബർത്ത്ഡേ നിഹാരിക എന്ന് ബോർഡ് വെച്ചൊരു ട്രോളി ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കൊണ്ടുവന്ന ബർത്ത്ഡേ കേക്ക്സ്, റിട്ടേൺ ഗിഫ്റ്റ്സ്, ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ അതിൽ വെക്കണം. ബർത്ത്ഡേ പാർട്ടി സ്റ്റാർട്ട് ആകുമ്പോഴേക്കും അവരത് പാർട്ടി റൂമിൽ കൊണ്ട് അറേഞ്ച് ചെയ്ത് വെക്കും. ബർത്ത്ഡേ പാർട്ടി സ്റ്റാർട്ട് ആവാൻ ഇനി 1.5 മണിക്കൂറുണ്ട്. ഫസ്റ്റ് 1.5 മണിക്കൂർ കുട്ടികൾക്ക് കളിക്കാനുള്ള സമയമാണ്. ആക്ച്വലി ഇതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ബർത്ത്ഡേ പാർട്ടി ഇവിടെ വെച്ച് ആക്കിയത് തന്നെ. ഇതാകുമ്പോൾ ബർത്ത്ഡേ പാർട്ടിക്ക് വരുന്ന കുട്ടികൾക്ക് അങ്ങനെ ബോർ അടിക്കില്ല. അവർക്ക് ഒരു എന്റർടൈൻമെന്റ് ഒക്കെ ആവും. അവർ കുറെ കളിക്കും, എൻജോയ് ചെയ്യും. സ്പേസ് പരിമിതി കാരണം അപ്പാർട്ട്മെന്റ് വെച്ച് നടത്താൻ പറ്റില്ല. പിള്ളേർക്കൊന്നും ഇങ്ങനെ ഓടി നടന്ന് എൻജോയ് ചെയ്യാൻ പറ്റില്ലല്ലോ. പിള്ളേർ എൻജോയ് ചെയ്യുമ്പോൾ പാരന്റ്സ് ബോറടിച്ചിരിക്കുമോ എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, പാരന്റ്സ് ഇവിടെ നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. 1.5 മണിക്കൂറിന് ശേഷം ഞങ്ങൾ കുക്കുവിനെ എടുത്തിട്ട് റെഡി ആവാൻ വേണ്ടി പോയി. കളിയുടെ ഇടയിൽ കൂട്ടിക്കൊണ്ടതിന് പ്രശ്നം ഉണ്ടാക്കുമെന്ന് പേടിച്ചെങ്കിലും അത് സംഭവിച്ചില്ല. കുക്കുവിന് തന്നെ തോന്നി ഇന്ന് എന്തോ ഒരു സംഭവം ഉണ്ടെന്ന്. ഇതാ ഡെക്കറേഷനൊക്കെ കണ്ടപ്പോൾ ഇങ്ങോട്ടേക്ക് ഓടി വന്നു. സോ നമ്മൾ നേരത്തെ കൊടുത്തുവിട്ട സംഭവങ്ങൾ അവിടെ ഇവിടെ കൊണ്ടുവന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. ഡെക്കറേഷൻസ് ഒക്കെ കൊണ്ടുവന്നിട്ട് അത് റെഡിയാക്കുന്നുണ്ട്. 2 ബലൂൺ വെയിറ്റിൽ 5 ബലൂൺ വീതമായിരുന്നു കെട്ടിയത്, ടേബിളിന്റെ 2 ഭാഗത്ത് വെക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇവിടെ ടേബിൾ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അവരത് സിംഗിൾ ആക്കിയിട്ട് ടേബിളിന്റെ നടുവിൽ വെച്ചു. കുഴപ്പമില്ല, അതും രസമുണ്ട്. പക്ഷെ അങ്ങനെ ആയിരുന്നെങ്കിൽ ഇത്രയും ബലൂൺസ് വാങ്ങണ്ടില്ലായിരുന്നു. ഇവിടെ ഫുഡ് ഓപ്ഷൻ ആയിട്ട് പക്ഷെ പിസ്സ മാത്രമേ ഉള്ളൂ. പുറത്തുനിന്ന് നമുക്ക് വേറെ ഫുഡൊന്നും കൊണ്ടുവരാനും പറ്റില്ല. ചോക്ലേറ്റ്സ്, ഐസ്ക്രീം, കേക്ക് അല്ലാതെ. പിന്നെ ഏതെങ്കിലും 2 ടൈപ്പ് ഡ്രിങ്ക്സ് ഓർഡർ ചെയ്യാം. ഓർഡർ കൊടുത്ത കേക്ക് ഡിസൈനിന്റെ മുകളിൽ കുറച്ച് ആനിമൽസ് ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു അത് ഫോണ്ടന്റ് ആയിരിക്കുന്നു, പക്ഷെ അല്ല, അത് പ്ലാസ്റ്റിക് ആയിരുന്നു. 3 ആനിമൽസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് മൊത്തം ഒരു പ്ലാസ്റ്റിക് കവറിൽ സെപ്പറേറ്റ് വരിക ചെയ്തത്. അത് എടുത്ത് വെക്കുന്ന കണ്ടപ്പോൾ കുക്കു ഭയങ്കര ഹാപ്പി ആയിരുന്നു. സന്തോഷം കൊണ്ട് അവൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. ഹായ്, എന്റെ ബർത്ത്ഡേ കേക്ക് റെഡി. ഇനി ഒന്ന് ടേസ്റ്റ് കൂടി നോക്കിയേക്കാം. സംഭവം കൊള്ളാലോ. ഇനി വെയിറ്റ് ചെയ്യാനൊന്നും വയ്യ, പെട്ടെന്ന് തന്നെ മുറിക്കണം. അങ്ങനെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ഒരുവിധം പൂർത്തിയായി. ഇനി കളിച്ചോണ്ടിരിക്കുന്ന ഗസ്റ്റ് നമുക്ക് വിളിച്ചോണ്ട് വരണം. അതിന് മുന്നേ ഫൈനലായിട്ട് കുക്ക് പോയിട്ട് ഇൻസ്പെക്ഷൻ ഒക്കെ ചെയ്യുന്നുണ്ട്. ഹാപ്പി ബർത്ത്ഡേ, എല്ലാ ലെറ്റേഴ്സും കറക്റ്റ് അല്ലേ? ഈ അച്ഛൻ ഇതുവരെ കേക്ക് ഒരുക്കി കഴിഞ്ഞില്ലേ? അങ്ങനെ ഗസ്റ്റിനെയൊക്കെ വിളിച്ചോണ്ട് വന്നു. കുട്ടികളൊക്കെ നല്ല അടങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ. നാട്ടിലേക്ക് വീഡിയോ കോൾ വിളിച്ചിട്ട് ടേബിളിന്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. കഴിഞ്ഞോളം നാട്ടിലായിരുന്നു ബർത്ത്ഡേ ആഘോഷം. ഈ വർഷം അവരെന്തായാലും മിസ് ചെയ്തിട്ടുണ്ടാവും ഞങ്ങളെ എല്ലാവരെയും. എന്നാലും നാട്ടിൽ അവർ ആഘോഷത്തിന് വലിയ കുറവൊന്നും വരുത്തിയിട്ടില്ല. അവരും നല്ല രീതിയിൽ ആഘോഷിച്ചു. പ്രത്യേകിച്ച് അതിലേട്ടിന്റെ വീട്ടിൽ അവിടെ 2 ആൺകുട്ടികളായതുകൊണ്ട് അവർക്ക് പെൺകുട്ടികളെ കിട്ടിയപ്പോൾ ഭയങ്കര കാര്യമായിരുന്നു. അതും 2 ഒരേ ദിവസം തന്നെ കിട്ടി. 5 കൊല്ലം മുന്നേ എന്നെ, 2 കൊല്ലം മുന്നേ കുക്കുവിനെ. കേക്ക് മുറിച്ച് ആരാദ്യം തരുന്ന കൺഫ്യൂഷൻ ഒഴിവാക്കാൻ കുക്കു തന്നെ ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചോളാം എന്ന് പറഞ്ഞ് കത്തി നേരെ വായിലേക്ക് ഇട്ടു. കുക്കുന് പൊതുവേ മധുരം ഭയങ്കര ഇഷ്ടമാണ്. കേക്ക് കിട്ടിയപ്പോൾ ആള് ഹാപ്പിയായി. കത്തിയും കൊണ്ട് പിന്നെ ഒരു പോക്കായിരുന്നു.
കേക്ക് മുറിച്ച് ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്, ഇനി ബാക്കി നിങ്ങളായി നിങ്ങളുടെ വാടായി എന്നുള്ള ഭാവത്തിലായിരുന്നു കുക്കു. എന്തല്ല ഒരു കേക്ക് മുറിക്കാൻ ഞങ്ങൾക്ക് വേറെ കത്തി തന്നത് ഭാഗ്യമായി. അങ്ങനെ വല്ലേട്ടൻ കേക്ക് മുറിച്ചിട്ട് ബർത്ത്ഡേക്ക് വന്ന കുട്ടിപ്പട്ടാളത്തിന് ആദ്യം തന്നെ എടുത്തു കൊടുത്തു. എല്ലാ കുട്ടികളും അവിടെ വളരെ ക്ഷമയോടെയാണ് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. കേക്ക് കൊടുത്തപ്പോൾ എല്ലാവരും നല്ലോണം അടങ്ങിയിരുന്നിട്ടൊക്കെ തന്നെയായിരുന്നു കഴിക്കുന്നുണ്ടായിരുന്നത്. എല്ലാവരും നല്ല പിള്ളേരായിരുന്നു. ബർത്ത്ഡേ ഗേൾ അതിന്റെ കൂട്ടത്തിൽ പോയിരുന്ന ഒറ്റയ്ക്ക് കേക്ക് തട്ടിക്കൊണ്ടിരിക്കുവാണ്. നാട്ടിൽ നിന്ന് വിളിച്ച വീഡിയോ കോളാണ് ആ ചേട്ടൻ വന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്ന കുക്കുവിന്. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. കുക്കു കേക്ക് തിന്നുന്ന തിരക്കിലായിരുന്നു. ഇന്നത്തെ ദിവസം തന്നെ ഇതേ ഹാളിൽ 2 ബർത്ത്ഡേ പാർട്ടീസ് നടക്കുന്നുണ്ടായിരുന്നു. തൊട്ട് പിന്നിൽ കാണുന്നത് അവരുടെ ബർത്ത്ഡേ പാർട്ടി നടക്കുന്ന ഫംഗ്ഷൻ ആണ്. ഇത്രയും തൊട്ടടുത്ത് തന്നെ 2 ഫംഗ്ഷൻ നടന്നിട്ട് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. നല്ല രീതിയിൽ തന്നെ പരിപാടിയൊക്കെ നടത്താൻ പറ്റി. എന്തായാലും ഇക്കൊല്ലത്തെ ബർത്ത്ഡേ ഫംഗ്ഷൻ കുഞ്ഞാണെങ്കിൽ അടിപൊളിയായിട്ട് നടത്താൻ പറ്റി എന്നുള്ള സന്തോഷത്തിലാണ് ഞങ്ങൾ. പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കളിക്കാനൊക്കെ പറ്റിയതുകൊണ്ട്. നാട്ടിൽ നിന്ന് വീഡിയോ കോളിലൂടെ ആണെങ്കിലും അച്ഛനും അമ്മയ്ക്കൊക്കെ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയതുപോലെ തന്നെ ആയി എന്ന് പറഞ്ഞു. ബർത്ത്ഡേ പാർട്ടിയുടെ സമയം കഴിഞ്ഞിട്ട് ഇന്നെൻ്റെ ബർത്ത്ഡേ ആണേ എന്നും പറഞ്ഞ് കുക്കു ഇവിടെ മൊത്തം ഓടി നടക്കുമായിരുന്നു. അല്ല, ബർത്ത്ഡേ ആയിട്ട് ഇങ്ങനെ ഇവിടെ ഒതുങ്ങി കൂടിയാൽ മതിയോ? നമുക്ക് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങണ്ടേ? പുറത്തേക്ക് പോകണം. ആരെങ്കിലും വന്നിട്ട് ഈ ഡോറൊന്ന് തുറക്കുവോ? ഞങ്ങളൊന്ന് പുറത്തു പോയി കളിക്കട്ടെ. ഇത്രയും നേരം കുക്കു ഓടിച്ചാടി കളിച്ചിട്ട് വീട്ടിൽ വന്ന് ക്ഷീണിച്ച് കിടന്നുറങ്ങുമെന്ന് വിചാരിച്ചു. പക്ഷെ ആ പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് കുക്കു ഇന്നെൻ്റെ ദിവസമാണേ എന്നുള്ള മട്ടിൽ ഫുൾ ഓൺ പാർട്ടി മോഡിലായിരുന്നു. എന്തായാലും ഇന്നത്തെ ദിവസം എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു.